കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ 1-ാം വാർഡിൽ തീ പാറുന്ന പോരാട്ടമാണ് നടക്കുന്നത്. 2 വട്ടം കൗൺസിലറായതിന്റെ പരിചയസമ്പത്തുള്ള LDFന്റെ KA നൌഷാദും കോൺഗ്രസിന്റെ യുവനേതാവ് ബിനീഷ് സെബാസ്റ്റ്യനും തമ്മിലാണ് പ്രധാന പോരാട്ടം. കഴിഞ്ഞ തവണയും ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. NDAയ്ക്കായി PM മാത്യുവും രംഗത്തുണ്ട്. KA നൌഷാദും വിനീത് സെബാസ്റ്റ്യനും തമ്മിലുള്ള പോരാട്ടം എന്നതുകൊണ്ട് കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ 1-ാം വാർഡ് ഇത്തവണ രാഷ്ട്രീയ പ്രാധാന്യം നേടിയിട്ടുണ്ട്. നിലവിലെ ഭരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ചിരുന്നയാളാണ് CPMലെ KA നൌഷാദ്. KA നൌഷാദിനെ നേരിടാൻ UDF രംഗത്തിറക്കിയിട്ടുള്ളത് കോൺഗ്രസിന്റെ യുവനേതാവ് വിനീഷ് സെബാസ്റ്റ്യനെയും. ഇരുവരും തമ്മിൽ വാശിയേറിയ മത്സരത്തിലാണ്. KA നൌഷാദ് ഇറങ്ങിയിട്ടുള്ളത് 3-ാം അംഗത്തിനാണ്. അതുകൊണ്ട് തന്നെ വോട്ടർമാരെ അനായാസം സമീപിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുമുണ്ട്. ഇത് പഴയ ലോക്കൽ കമ്മിറ്റി ഒന്നാണ്. നമ്മുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറിക്കായിട്ട് വലിയ ബന്ധമുള്ളതാണ്. അവിടെ ഞാൻ KA നൌഷാദിനെതിരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശക്തമായി നേരിട്ടതിന്റെ ആത്മവിശ്വാസവുമായാണ് വിനീഷ് സെബാസ്റ്റ്യൻ വോട്ട് ചോദിച്ചിറങ്ങിയിട്ടുള്ളത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു കഴിഞ്ഞ തവണത്തെ പോരാട്ടമെങ്കിൽ ഇത്തവണ UDFന്റെ പിൻബലവുമുണ്ട്. സഹായിക്കണം. ചേച്ചി വന്ന എല്ലാ കാര്യത്തിലും നിങ്ങളുടെ കൂടെ ഞാൻ ചേച്ചി ഞാൻ ലിസ്റ്റ് എന്താണ് നിങ്ങൾ വോട്ട് ചെയ്യാറുള്ളത്? ഞാൻ എത്ര പ്രാവശ്യം സമയത്ത് വിളിച്ചു ചോദിച്ചാൽ പ്രാർത്ഥിക്കണം. പ്രത്യേകം തന്റെ 10 വർഷത്തെ പ്രവർത്തനം ജനങ്ങൾ വിലമതിക്കുമെന്നാണ് KA നൌഷാദിന്റെ അവകാശവാദം. എല്ലാ വിഭാഗം ജനങ്ങൾക്കു വേണ്ടിയും താൻ പ്രവർത്തിച്ചിരുന്നുവെന്നും എല്ലാവർക്കുമിടയിലും താൻ സ്വീകാര്യനാണെന്നും KA നൌഷാദ് പറഞ്ഞു. LDFന് വാർഡ് നിലനിർത്താനാകുമെന്നതിൽ അദ്ദേഹത്തിന് സംശയമില്ല. വാർഡിലെ ആബാലവൃതം ജനങ്ങളുമായി ഇടപെട്ട് പ്രവർത്തിച്ച പ്രവർത്തന അനുഭവമാണ് എനിക്കുള്ളത്. എൻ്റെ പ്രവർത്തനത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ നാടിനെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. ആ നാടിനെ ചേർത്ത് പിടിക്കാൻ ഇവിടെ നടന്നിട്ടുള്ള പ്രളയം, ഇവിടെ ഉണ്ടായിട്ടുള്ള കോവിഡ് മഹാമാരി തുടങ്ങിയ എല്ലാ ഘട്ടങ്ങളിലും ആ ആളുകളുടെ ആശ്രയമായി അവർക്ക് സഹായിക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് വാർഡിലെ ജനങ്ങളെ നമ്മൾ വളരെ ആത്മാർത്ഥമായി അത്തരത്തിൽ കാണുകയാണ്. അവരെ നമ്മൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട യജമാനന്മാരായിട്ടാണ് നമ്മൾ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്നവർ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഈ കാര്യങ്ങൾ കാണുന്നത്. വോട്ട് വാങ്ങിക്കാൻ വേണ്ടി മാത്രം വന്ന് പല വാഗ്ദാനങ്ങളും നൽകി അതൊന്നും നടപ്പിലാക്കാതെ പോകുന്ന പ്രവണത നമ്മുടെ നാടുകളിലുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാൻ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട്. ഈ വാർഡിലെ നിരവധിയായിട്ടുള്ള ആളുകൾക്ക് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക്, ഒരു സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഒരുപാട് അനുഭവങ്ങൾ വാർഡിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. തന്നെ വിജയിപ്പിച്ചാൽ വാർഡിലെ ഏതാവശ്യത്തിനും ജനങ്ങൾക്കൊപ്പമുണ്ടാകും. ഇക്കാര്യം വോട്ടർമാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. UDF ഒറ്റക്കെട്ടായി തനിക്ക് വേണ്ടി അണിനിരന്നിട്ടുണ്ട്. മികച്ച വിജയം സ്വന്തമാക്കാൻ കഴിയുമെന്നാണ് പ്രചരണത്തിനിറങ്ങുമ്പോൾ ലഭിക്കുന്ന പ്രതികരണമെന്ന് വിനീഷ് സെബാസ്റ്റ്യൻ വിശദീകരിച്ചു. നല്ലൊരു വിജയം ഇവിടെ ഉണ്ടാവും എന്ന് തന്നെയാണ് 100% ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. UDFൻ്റെ ഭാഗത്തുനിന്നായാലും നാട്ടുകാരുടെ ഭാഗത്തുനിന്നായാലും എല്ലാവിധ നല്ല ഒരു അഭിപ്രായമാണ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് 100% എനിക്ക് അതിൽ വിശ്വാസമുണ്ട്. ജയിച്ചു വന്നാൽ അവർക്ക് വേണ്ടി അവരുടെ കൂടെ നിന്ന് അവരുടേതായ കാര്യങ്ങളെല്ലാം, അവർക്ക് ലഭിക്കേണ്ട കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും അവരുടെ ഒപ്പം നിന്ന് ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഈ വാർഡിലുണ്ടാവും. കഴിഞ്ഞ 5 വർഷം ആയിട്ട് ഭയങ്കര നിർജ്ജീവമായി കിടന്ന ഈ വാർഡിനെ വീണ്ടും അതിൻ്റെ വികസനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് കഴിയുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആ ഉറപ്പ് ഞാൻ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ വിശ്വാസമാണ് അവരെന്നെ വിജയിപ്പിക്കുമെന്ന് പറയാനുള്ള കാരണം. അതെനിക്ക് 3 വട്ടം അവരെ കണ്ടതോടുകൂടി അവരിൽ നിന്ന് എനിക്കത് പൂർണ്ണമായും ബോധ്യമായിട്ടുണ്ട്. KA നൌഷാദിനും വിനീഷ് സെബാസ്റ്റ്യനുമൊപ്പം PM മാത്യുവും സ്ഥാനാർത്ഥിയാണ്. NDAയുടെ സ്ഥാനാർത്ഥിയാണ് PM മാത്യു. GTV ന്യൂസ്, കോതമംഗലം.